ഇപ്പോൾ രാഹുൽ കെ വി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പുല്ലൂരാമ്പാറയിലേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ, പറയൂ, വിവരങ്ങൾ പറയൂ. രാഹുൽ കെ വി അവിടേക്ക് മറിഞ്ഞു കിടക്കുന്ന ബസ്സാണ് നമ്മൾ ഈ തത്സമയം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതായത് ബസ് ഈ റോഡിന്റെ കൈവരിയിൽ കുന്നിറങ്ങി വരുന്ന ബസ്സല്ലേ? രാഹുൽ പറഞ്ഞോളൂ. രാഹുൽ, തീർച്ചയായും ഇവിടെ ഈ റോഡ് കുന്നിറങ്ങി വരുന്ന ബസ്സാണ് ഈ വിധത്തിൽ അപകടത്തിൽപ്പെടുന്നത്. കുന്നിറങ്ങി വരുന്നു, ഈ പാലത്തിൻ്റെതായ ചെറിയ കൈവരിയുണ്ട്, അത് ഇടിച്ച് തകർത്തതിന് ശേഷമാണ് ബസ് താഴ്ചയിലേക്ക് വെള്ളത്തിലേക്ക് പോയത്. എന്തായാലും ഇനി ആരെങ്കിലും തന്നെ ബസ് മുകളിലേക്ക് ഉയർത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ആരെങ്കിലും ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ഏറ്റവും അവസാനം കൂടി പരിശോധിക്കുകയാണ്. ബസ്സിൻ്റെ മുൻവശമാണ് വെള്ളത്തിലേക്ക്, പുഴയിലേക്ക് നേരെ പോയത്. മുഴുവൻ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് അപകടം സംഭവിക്കുന്നതും. കഴിയുന്ന ആളുകളെയൊക്കെ ഏതായാലും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ രണ്ടുപേർ മരിച്ചു എന്നത് അത്യന്തം ദുഃഖകരമായ സംഭവം തന്നെയാണ്. ഒന്ന് ശാന്തി ഓമശ്ശേരി ആശുപത്രിയിലാണ് ഒരു മരണം സ്ഥിരീകരിച്ചത്. മരിച്ച രണ്ടുപേരും സ്ത്രീകളാണെന്നത് കൂടിയാണ്. അപ്പോൾ ഏതായാലും നിലവിലിവിടെ ഇനി ആരെങ്കിലും തന്നെ പുഴയിലോ മറ്റോ ഒക്കെയായി ഉണ്ടോ എന്ന് പരിശോധിക്കുക കൂടിയാണ്. ബസ്സിൽ നിന്ന് ഈ ചില്ല് തകർന്നൊക്കെയായി വിൻഡോയിലൂടെയൊക്കെയായി വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ഏതായാലും ഫയർഫോഴ്സിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള പരിശോധന കൂടി നടന്നു വരികയാണ്. കൂടുതൽ അവിധത്തിലുള്ളൊരു പരിശോധനയാണ് എന്തായാലും നടക്കുന്നത്. ഇവിടെ റോഡ് പണി നടക്കുന്ന സമയമാണ്. ക്രെയിനൊക്കെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് ബസ് കുറച്ച് മാറ്റിയിടുവാനൊക്കെ കഴിഞ്ഞിരുന്നു എന്നതാണ്. ഏതായാലും നാട്ടുകാരും ഫയർഫോഴ്സും അതുപോലെ സിവിൽ ഡിഫൻസിൻ്റെയൊക്കെ ആളുകൾ പരമാവധി സ്ഥലത്തേക്ക് വന്നുള്ള ഒരു ആളുകളോടൊന്ന് സംസാരിക്കുമോ? എങ്ങനെയാണ് അപകടം നടന്നത്? രക്ഷാപ്രവർത്തനത്തിന് സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾ തന്നെ ആയിരിക്കുമല്ലോ മുൻകൈ എടുത്തത്. അവരോട് സംസാരിക്കാൻ കഴിയുമോ രാഹുലിന്? എല്ലാവരും കയറി നോക്കി പരിശോധന നടത്തിയിട്ട് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടായിരുന്നു. വെള്ളത്തിലേക്കൊന്നും പോയിട്ടില്ല അല്ലേ? പോയില്ല. പിന്നെ ആ സൈഡിൽ അവർ പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഉൾഭാഗത്ത് നിന്ന് പരിശോധന വീണ്ടും നടത്തുന്നുണ്ട്. ഉറപ്പ് വരുത്താൻ വേണ്ടി വീണ്ടും ഉറപ്പ് വരുത്തും. ഈ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് വല്ലതും പോയിട്ടുണ്ടോ? അല്ല, പോയില്ല എന്നുള്ളതാണ്. അതിന് വീണ്ടും അതിൻ്റെ ഉള്ളിലുണ്ടോ, അതിൻ്റെ ഉള്ളിൽ മരത്തേൽ കുത്തി നിൽക്കാന്നാണ് അവർ പറഞ്ഞത്. പരിശോധിച്ചാൽ അവർ പറഞ്ഞത്. അപ്പോൾ വീണ്ടും അവർ എന്താ ചെയ്യുക, ബസ് പൊക്കി നോക്കിയതാ? ബസ് ഉയർത്തി നോക്കി, ക്രെയിൻ വെച്ച് ബസ് പൊക്കി നോക്കി അടിയിൽ ആരും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതാണ്. വളരെ ഭയാനകമായ ഒരു സംഭവമായി പോയി. ഇത് നമ്മുടെ നാട്ടുകാരാണ്, ഇവിടെ ഉള്ളവരാണ്. ബസ് നേരത്തെ പൊക്കിയിരുന്നു. ഫയർഫോഴ്സ് എല്ലാവരും വന്ന് ബസ് നേരത്തെ പൊക്കി നോക്കിയിരുന്നു. അതിൻ്റെ അടിയിൽ ആരും ഇല്ലെന്നുള്ളതാണ് കിട്ടിയ വിവരം. ആദ്യം മുതലേ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ നാട്ടുകാരാണ്. ആദ്യം മുതലേ നമ്മളിവിടെ ഉണ്ടായിരുന്നു. ബസ് ഈ വിധത്തിൽ ആനക്കമ്പോയിൽ നിന്ന് ഈ കുന്നിറങ്ങി വരുന്ന സമയത്താണല്ലേ? ഇങ്ങോട്ട് ആനക്കമ്പോയിലും തിരുവമ്പാടിക്ക് പോകുന്ന വഴിക്കാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. എന്ത് അപകട കാരണം അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെയൊന്നും ആരും ഇതിലായിട്ടും പറഞ്ഞ് കേട്ടിട്ടില്ല. ഇത് അങ്ങനെ ആൾക്കാർക്ക് കൃത്യമായൊരു വിവരമില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആർക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. പുഴയിലേക്ക് മറിഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പേടിയിലായിരുന്നല്ലേ? ആ മരം കുത്തി നിൽക്കുന്നത്, അതാണ് അപകടം. കുറച്ച് വലിയ ഒന്നുകൂടെ മറിയും. വലിയ മരം അതിൽ കുത്തി നിൽക്കുന്നത് ബസ്സിൻ്റെ ഉള്ളിലുണ്ട്. വലിയൊരു മരം ഉള്ളു കുത്തി നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വണ്ടി ഒന്നുകൂടെ മറിയും. അല്ലെങ്കിൽ അപകടം ലാസ്റ്റിക്ക് പോകുമ്പോഴേക്കും പൂർണ്ണമായും പുഴയിലേക്ക് പോയേനെ. അപ്പോൾ പൊക്കിയിട്ട് പൊങ്ങാത്തതും ആ മരം കുത്തി കിടക്കുന്നുണ്ടോ? മരം ഉള്ളിലൂടെ കയറി വന്ന വലിയൊരു മരം കണ്ടില്ലേ? എന്തായാലും ബസ്സിനകത്ത് നിലവിൽ ആരും തന്നെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബസ് നേരത്തെ ഒരു കാര്യം, ഒരു ചെറിയ സ്ഥലമായതുകൊണ്ട് ഗ്രാമീണ മേഖലയാണ്ട് ഈ ബസ്സിലെ ഡ്രൈവറെയോ കണ്ടക്ടറെയോ ഒക്കെ ചിലപ്പോൾ നാട്ടുകാർക്ക് സ്ഥിരം കണ്ട് പരിചയമുള്ളതായിരിക്കും. അങ്ങനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ എന്നതുകൂടിയാണ്. നേരെ തലകീഴായാണ് മറിഞ്ഞത്. ഒരു മരത്തിൻ്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും. അതിൽ തട്ടി നിന്നതുകൊണ്ടാണ് പൂർണ്ണമായും പുഴയിലേക്ക് പോകാതിരുന്നത് എന്നതുകൂടിയാണ്. എന്തായാലും ഈ സ്പോട്ടിൽ നിന്നുള്ള ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് ഇനി ആരും തന്നെ ബസ്സിനകത്തായോ ഒന്നും തന്നെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നതാണ്. അത് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് ബസ്സൊന്ന് ഉയർത്തി നോക്കി ആരും തന്നെ ഇല്ല എന്ന് മനസ്സിലായി. എങ്കിൽ തന്നെയും പുഴയിലോ വെള്ളത്തിലോ മറ്റോ പോയിട്ടുണ്ടോ എന്നതുകൂടി അങ്ങനെ ഇല്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായി വീണ്ടും വെള്ളത്തിൽ സന്നദ്ധ പ്രവർത്തകർ ഒക്കെ ഫയർഫോഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തിരച്ചിൽ മീറ്ററുകളോളം താഴ്ചയിലേക്ക് അടക്കമായി നടത്തുന്നുണ്ട്. അപകടം കണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ഓടി വന്നു. കഴിവതും വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണ് ഫയർഫോഴ്സും പെട്ടെന്ന് സ്ഥലത്തേക്ക് വന്ന്
ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. 4 ആശുപത്രികളിലാണ് നിലവിൽ ആളുകളുള്ളത്. ഒന്ന് ഓമശ്ശേരിയിലെ ശാന്തി ആശുപത്രിയാണ്, 2 തിരുവമ്പാടിയിലെ ലിസ ആശുപത്രിയിലാണ്, 3 കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും KMCT മെഡിക്കൽ കോളേജിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോയത്. പക്ഷേ 2 പേർ മരണപ്പെട്ടു എന്നത് തന്നെയാണ്. കാരണം ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് വന്ന് കാണുമ്പോൾ ഇതിൻ്റെ എത്രത്തോളം ഗുരുതരമായൊരു അപകടമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വീതി കുറഞ്ഞ റോഡാണ്, കുന്നിറങ്ങി വരുന്നു ബസ്സിൻ്റെ ഈ പാലത്തിൻ്റെ ചെറിയൊരു പാലമാണ്, അതിൻ്റെ കൈവരിയിലേക്ക് ഇടിച്ച് അത് പൂർണ്ണമായും തകർത്താണ് താഴേക്ക് മറിഞ്ഞത്. ഈ ഒരു മരത്തിൽ തട്ടി നിന്നു എന്നതുകൊണ്ട് ബസ് പൂർണ്ണമായും പുഴയിലേക്ക് വെള്ളത്തിലേക്ക് പോകാതെ തങ്ങി നിന്നു എന്നതുകൂടിയാണ്. മുൻവശമാണ് നേരെ വെള്ളത്തിലേക്ക് പോയത്. ഒപ്പം തന്നെ ഈ സൈഡിലുള്ള വിൻഡോ അതൊക്കെ തകർത്താണ് ആളുകളെ പരമാവധി പുറത്തേക്ക് എടുത്തത് എന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനി ആരെങ്കിലും ഇല്ല, ബസ്സിനകത്ത് ആരുമില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിലേക്കോ മറ്റോ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നത് ഇല്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടുമുള്ളൊരു തിരച്ചിൽ നടക്കുന്നതാണ് നമ്മളേതായാലും ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് തന്നെ 2 പേർ മരണപ്പെട്ടു എന്നത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. എന്തുകൊണ്ട് അപകടം സംഭവിച്ചു എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകാൻ ഗതാഗത മന്ത്രിയും എന്തായാലും ഇപ്പോൾ ഉത്തരവിടുകയും ചെയ്തു.